ഈ കാണുന്ന വലിയ ബാഗില് കുറെ സാധനങ്ങളായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ശരിക്കും പറഞ്ഞ ട്രിപ്പല്ല, ഞങ്ങളുടെ ബോട്ടിക്കില് കുറെ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യാമെന്ന പ്ലാനോടുകൂടി വാഗമണിലേക്ക് പോവാണ് ഗൈസ്. അവിടെ ചെന്നിട്ട് എന്താകും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പോവായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു നല്ല ചായക്കട കണ്ടു. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി ഗൈസ്. അവിടുത്തെ ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു, നല്ല ബൂസ്റ്റ് കിട്ട ചായ. അതിനായിട്ട് ഞങ്ങൾ നേരെ പോയത് മൊട്ടക്കുന്നിന്റെ അടുത്തേക്കായിരുന്നു. മൊട്ടക്കുന്നിന്റെ ഓപ്പോസിറ്റ് നിറയെ കടകളുടെ അടുത്ത് ഞങ്ങൾക്കൊരു ചേട്ടൻ, കണ്ണൻ എന്നാണ് ചേട്ടന്റെ പേര്, ആ ചേട്ടന്റെ കടയിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു സ്ഥലം ഒരുക്കി തന്നു. ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ സെയില് തുടങ്ങി. അവിടെ ഞങ്ങൾക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള കുറെ പേര് നമ്മുടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ഗൈസ്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. നമ്മുടെ ഷോപ്പ് ഒന്ന് പബ്ലിസിറ്റി ആക്കാനും സാധിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും കണ്ണൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കണ്ണൻ ചേട്ടൻ എന്തായാലും നല്ല ടോപ്പാണ്, നിങ്ങളിത് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും മൊട്ടക്കുന്നിന്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നമുക്ക് കാണാനായിട്ട്. മൊട്ടക്കുന്നിന്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ വഴിയിൽ കാണുന്ന കടകളാണ് കേട്ടോ. നമ്മൾ എൻട്രൻസിന് നേരെ എതിർവശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് പോയി ഗൈസ്. നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നു, പക്ഷെ നല്ല ചൂടായതുകൊണ്ട് നാക്ക് ആദ്യം തന്നെ പൊള്ളി. അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾക്ക് കഞ്ഞി തന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും കണ്ണഞ്ചേട്ടൻ്റെ ഷോപ്പിലേക്ക് വന്നു. ഈ പയ്യൻ അപ്പുറത്തെ ഷോപ്പിലെ പയ്യനാണ് കേട്ടോ. അവൻ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു അവിടെ. ഞങ്ങൾ അവനായിട്ട് നല്ല കമ്പനിയാണ്. നിങ്ങളിനി വാഗമണ്ണ പോകുമ്പോൾ കണ്ണഞ്ചേട്ടൻ്റെ കടയിൽ നിന്നും ഈ പയ്യന്റെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കണം കേട്ടോ. പിന്നെ അവിടെ കുതിരയുടെ ഒക്കെ സവാരി ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അതിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചായ കുടിക്കാൻ പോയി. ഞങ്ങൾക്ക് ചായ ഒരു ചേട്ടൻ ഓഫർ ചെയ്തതാണ് കേട്ടോ. ആ ചേട്ടന് ഞങ്ങൾ പ്രത്യേകം ഈ വീഡിയോയിൽ താങ്ക് യു പറയണം. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയായി ഗൈസ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ഇറങ്ങി. കാര്യമായിട്ടെപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഷോപ്പിൽ കയറി നിന്നു. നല്ല മഴയായിരുന്നു, ഇടിമിന്നലൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയായി ഗൈസ് വീട്ടിലെത്തിയപ്പോൾ.